ഇൻഹേലറുകൾ അപകടകാരികളാണോ? പ്രധാനമായും ആസ്മ, COPD മുതലായ ശ്വാസകോശ രോഗങ്ങളിൽ നമ്മൾ പ്രധാനമായി നൽകുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇൻഹേലർ തെറാപ്പി എന്ന് പറയുന്നത്. ഈ ഇൻഹേലറുകൾ നമ്മൾ പ്രിസ്ക്രിപ്ഷനായി എഴുതി രോഗിയുടെ നൽകുമ്പോഴേക്ക് അവരുടെ മുഖത്തുണ്ടാകുന്ന ചില ഭാവവ്യത്യാസങ്ങളുണ്ട്. ഇത് ഒരു അപകടകാരിയായ മെഡിസിനാണോ? ഇത് ശീലമാകുമോ? ഇതിൻ്റെ അകത്ത് സ്റ്റിറോയിഡ് ഉണ്ടോ ഡോക്ടറെ? മുതലായ ചോദ്യങ്ങൾ പലപ്പോഴും ഞങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട്. അതിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഡോക്ടർ, ഇത് യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ? ഈ ആസ്മ, COPD പോലുള്ള അസുഖങ്ങൾ ശ്വാസകോശത്തെയാണ് പലപ്പോഴും അഫക്റ്റ് ചെയ്യുന്നത്. നമുക്ക് കണ്ണിൽ രോഗമുണ്ടാകുമ്പോൾ കണ്ണിൽ മരുന്നൊഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ ത്വക്ക് രോഗം ഉണ്ടാകുമ്പോൾ ഒരു ഓയിൻമെന്റ് പുരട്ടുന്ന പോലെ, നമ്മുടെ ശ്വാസകോശത്തിൽ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് നേരിട്ട് മരുന്ന് നൽകാൻ കഴിയുന്ന ഒരു രീതി മാത്രമാണ് ഇൻഹേലർ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ടാബ്ലറ്റ്, സിറപ്പ് അതുപോലുള്ള രീതികളിൽ മരുന്ന് കൊടുത്തുകൂടാ? ഈ ടാബ്ലറ്റ്, സിറപ്പായി നമ്മുടെ വയറ്റിൽ എത്തുന്ന മരുന്നുകൾ പലപ്പോഴും രക്തത്തിലൂടെ കടന്ന് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച ശേഷമാണ് ശ്വാസകോശത്തിലേക്ക് എത്താറുള്ളത്. ശ്വാസകോശത്തിലേക്ക് നേരിട്ട് മരുന്ന് കൊടുക്കാൻ ഒരു വഴിയുണ്ട് എങ്കിൽ അതല്ലേ നമ്മൾ കൂടുതൽ നന്നായി സ്വീകരിക്കേണ്ട വഴി? പിന്നീട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിനകത്ത് സ്റ്റിറോയിഡ് ഉണ്ടോ എന്നുള്ളത്. ഇതിൽ സ്റ്റിറോയിഡുകൾ ഉള്ള ഇൻഹേലറുകളുണ്ട്, സ്റ്റിറോയിഡുകൾ ഇല്ലാത്ത ഇൻഹേലറുകളുണ്ട്. സ്റ്റിറോയിഡ് അടങ്ങിയ ഇൻഹേലറുകൾ വളരെ സേഫാണ്. അതിലൂടെ നൽകുന്ന സ്റ്റിറോയിഡ് എന്ന് പറയുന്നത് പലപ്പോഴും മൈക്രോഗ്രാം ഡോസിൽ മാത്രമേ ഉള്ളൂ. ബോഡിക്ക് അകത്തേക്ക് കയറുന്ന സ്റ്റിറോയിഡിന്റെ തോതെന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. നമ്മൾ ഗൂഗിളിലൊക്കെ വായിക്കുന്ന പോലത്തെ സ്റ്റിറോയിഡിന്റെ പ്രധാനപ്പെട്ട പാർശ്വഫലങ്ങളൊന്നും ഇൻഹേലർ ഉപയോഗിക്കുന്ന വഴി കാണാറേയില്ല. ഇനി അടുത്തതായി ചോദിക്കുന്ന ഒരു ചോദ്യം, ഡോക്ടറെ, ഈ ഇൻഹേലർ ശീലമാകുമോ എന്നുള്ളതാണ്. ഇൻഹേലർ ഒരിക്കലും ശീലമായി മാറത്തില്ല. ഇത് ഒരു രോഗത്തിന് വേണ്ടി നൽകുന്ന മരുന്ന് മാത്രമാണ്. ഈ രോഗം മൂർച്ഛിക്കുകയോ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇൻഹേലറുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ബുദ്ധിമുട്ടുള്ളപ്പോൾ മാത്രമാക്കുകയും ചെയ്യുന്ന രീതിയിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. 10% താഴെ രോഗികളിൽ പലപ്പോഴും ഈ ആസ്മ, COPD പോലുള്ള അസുഖങ്ങൾ എപ്പോഴും വരികയും അവരിൽ നമുക്ക് ഇൻഹേലർ ചിലപ്പോൾ റെഗുലറായി നൽകേണ്ടിയും വന്നേക്കാം. പക്ഷേ 90% ആൾക്കാരിലും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളപ്പോൾ എന്ന രീതിയിലോട്ട് ആക്കിയെടുക്കാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് ഇൻഹേലർ ഒരിക്കലും ഒരു ശീലമായി മാറുകയില്ല. ഇൻഹേലറുകൾ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ശരിയായ അസുഖത്തിന് ശരിയായ ഇൻഹേലറുകൾ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ഉപയോഗിച്ചാൽ അത് തീർച്ചയായും ഒരു ഫലവത്തായ ചികിത്സാ രീതിയായി മാറും. അതൊരിക്കലും ഒരു അപകടകാരിയല്ല, അതൊരിക്കലും ഒരു ശീലമായി മാറുകയുമില്ല. താങ്ക് യു.